നമസ്തേ. നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണം തന്നെ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? 30 വർഷം മുമ്പ് അപൂർവമായിരുന്ന വൃക്ക രോഗങ്ങൾ ഇന്ന് ഓരോ പ്രദേശത്തും കാണപ്പെടുന്നു. ഡയാലിസിസും അവയവമാറ്റ ശസ്ത്രക്രിയയും സാധാരണ വാർത്തകളായി മാറുന്നു. ഇതിനു പിന്നിൽ നമ്മുടെ കൃഷിരീതികളാണോ? ഇപ്പോൾ ഈ ചോദ്യമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒരേ സ്വരത്തിൽ ഉയർത്തുന്നത്. രാസവളങ്ങളും കീടനാശിനികളും നിറഞ്ഞ കൃഷിരീതികൾ മനുഷ്യന്റെ ആരോഗ്യത്തെയും മണ്ണിന്റെ ജീവശക്തിയെയും നശിപ്പിക്കുകയാണെന്ന് ഇരുവരും മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് പ്രകൃതിദത്ത കൃഷി? എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് വീണ്ടും ചർച്ചയാകുന്നത്? കർഷകർക്ക് കൂടുതൽ ലാഭവും ജനങ്ങൾക്ക് കൂടുതൽ ആരോഗ്യവും നൽകുമെന്ന അവകാശവാദത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? നമുക്ക് പരിശോധിക്കാം. പ്രകൃതിദത്ത കൃഷിയിലേക്ക് മടങ്ങണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് അടിത്തറയിടാനും രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. കാൺപൂരിൽ നടന്ന നാച്ചുറൽ ഫാമിംഗ് വർക്ക്ഷോപ്പ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിൽ മികച്ച ആരോഗ്യ ഉറപ്പാക്കലും രോഗങ്ങൾ കുറയ്ക്കലും ഉൾപ്പെടുന്നുണ്ടെന്നും ഇതിൽ പ്രകൃതിദത്ത കൃഷിക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്നും യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു. രാസവസ്തുക്കളോടുള്ള ആശ്രയത്വം കുറയ്ക്കുന്നതിനായി ചാണകവും ഗോമൂത്രവും വളമായും കീടനാശിനിയായും ഉപയോഗിക്കുന്ന പശു അധിഷ്ഠിത പ്രകൃതിദത്ത കൃഷിക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചതോടെ വൃക്കരോഗങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 30 വർഷം മുമ്പ് വൃക്ക സംബന്ധമായ രോഗങ്ങൾ വളരെ കുറവായിരുന്നു. ഇന്ന് ഓരോ പ്രദേശത്തും 2-3 വൃക്ക സംബന്ധമായ രോഗികളെ കാണാം. ചിലർക്ക് ഡയാലിസിസ്, ചിലർക്ക് അവയവം മാറ്റിവെക്കൽ ആവശ്യമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലിവർ സിറോസിസ്, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളും വർദ്ധിച്ചു വരികയാണെന്നും കീടനാശിനി പ്രയോഗം ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും യോഗി വ്യക്തമാക്കി. പ്രകൃതിദത്ത കൃഷിയിലേക്ക് മാറുന്നതിലൂടെ കർഷകർക്ക് ഏക്കറിന് 12,000 രൂപ വരെ ലാഭം നേടാൻ കഴിയുമെന്നും യോഗി പറഞ്ഞു. പ്രകൃതിദത്ത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ഭൂമി കണ്ടെത്തിയതായും പ്രകൃതിദത്ത കൃഷി ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണി ഉറപ്പാക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃഷി ഉൽപ്പന്നങ്ങൾ 40 രൂപയ്ക്കും പ്രകൃതിദത്ത കൃഷി ഉൽപ്പന്നങ്ങൾ 50 രൂപയ്ക്കും ലഭ്യമാണെങ്കിൽ ആളുകൾ രണ്ടാമത്തേതിന് മുൻഗണന നൽകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇനി രസം എന്താണെന്ന് വെച്ചാൽ നാളെ കമ്മി കൊങ്ങി സുഡാപ്പികൾ തുടങ്ങും. യോഗി ചാണകവും ഗോമൂത്രം ഉപയോഗിക്കാൻ പറഞ്ഞു. എന്താ ഏതാ എന്നൊന്നും അന്വേഷിക്കില്ല. പിന്നെ അങ്ങോട്ട് ചർച്ചയായി, ബഹളമായി, വിവാദമായി. നിങ്ങൾ സംഖ്യകൾ ഉപയോഗിച്ചോ, ഞങ്ങൾ ബീഫും കുട്ടിയെ ഉപയോഗിക്കൂ എന്ന് പറയാൻ തുടങ്ങും. ഇവരോടൊക്കെ എന്ത് പറയാൻ? പച്ചപ്പറന്ന വയലുകളും സമൃദ്ധമായ വിളവെടുപ്പും ലക്ഷ്യമിട്ട് കാർഷിക മേഖലയിൽ രാസവളങ്ങളുടെ ഉപയോഗം വ്യാപകമായിട്ട് പതിറ്റാണ്ടുകളായി. ഹരിത വിപ്ലവത്തിന്റെ കാലത്ത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ രാസവളങ്ങൾ വലിയ പങ്കുവഹിക്കുകയും രാജ്യത്തെ ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് അതേ രാസവളങ്ങളുടെ അമിത ഉപയോഗം പുതിയ ആശങ്കകൾക്കും വഴിവെക്കുകയാണ്. കർഷകർ കൂടുതൽ വിളവ് ലഭിക്കാനായി യൂറിയ, DAP, പൊട്ടാഷ് തുടങ്ങിയ രാസവളങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. തുടക്കത്തിൽ മികച്ച ഫലം ലഭിച്ചെങ്കിലും കാലക്രമേണ മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത കുറയുന്നതായും മണ്ണിലെ ജൈവ സാന്നിധ്യം നശിക്കുന്നതായും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇതോടെ കൂടുതൽ വളം ഉപയോഗിക്കാതെ പഴയ രീതിയിലുള്ള വിളവ് ലഭിക്കാത്ത അവസ്ഥയിലേക്ക് പല കൃഷിയിടങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. രാസവളങ്ങളുടെ അമിത ഉപയോഗം പരിസ്ഥിതിയെയും ബാധിക്കുന്നു. മണ്ണിൽ അവശേഷിക്കുന്ന ചില രാസഘടകങ്ങൾ ഭൂഗർഭജലത്തിലേക്കും ജലാശയങ്ങളിലേക്കും എത്തി ജലമലിനീകരണത്തിന് കാരണമാകാം. ഇത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തെ ബാധിക്കുമെന്ന ആശങ്കയും വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. അതേസമയം രാസവളങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയണമെന്ന് എല്ലാ കാർഷിക വിദഗ്ധരും പറയുന്നില്ല. മറിച്ച് ശാസ്ത്രീയമായി ആവശ്യമായ അളവിൽ മാത്രം ഉപയോഗിക്കുകയും ജൈവവളങ്ങളും പ്രകൃതിദത്ത രീതികളും സംയോജിപ്പിച്ച് കൃഷി നടത്തുകയും വേണമെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. കാരണം മണ്ണിന്റെ ആരോഗ്യവും ഭക്ഷ്യസുരക്ഷയും ഒരുപോലെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. അതിനാൽ ചർച്ച രാസവളങ്ങൾ വേണമോ വേണ്ടേ എന്നതല്ല, മറിച്ച് എത്ര, എങ്ങനെ, എപ്പോൾ ഉപയോഗിക്കണം എന്നതാണ്. ആരോഗ്യകരമായ മണ്ണും സുരക്ഷിതമായ ഭക്ഷണവും ഉറപ്പാക്കാൻ ഉത്തരവാദിത്തത്തോടെയുള്ള കാർഷിക രീതികളാണ് കാലത്തിന്റെ ആവശ്യം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഭക്ഷണം തന്നെ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന്. ഒരു കാലത്ത് നമ്മുടെ കൃഷിയിടങ്ങളിൽ ചാണകവും ഇലകളും ജൈവവളങ്ങളുമായിരുന്നു പ്രധാന ശക്തി. എന്നാൽ കാലക്രമേണ രാസവളങ്ങളും കീടനാശിനികളും കൃഷിയുടെ അവിഭാജ്യ ഘടകങ്ങളായി മാറി. വിളവെടുപ്പ് വർദ്ധിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളും അതേ വേഗത്തിൽ വർദ്ധിച്ചുവെന്ന ആശങ്ക ഇന്ന് രാജ്യത്ത് ശക്തമാകുകയാണ്. ഇതോടെയാണ് പ്രകൃതിദത്ത കൃഷിയെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും സജീവമാകുന്നത്. രാസവസ്തുക്കളോടുള്ള ആശ്രയത്വം കുറച്ച് പ്രകൃതിയുമായി ചേർന്നുള്ള കൃഷിരീതിയിലേക്ക് മടങ്ങണമെന്ന് നിരവധി നേതാക്കളും കാർഷിക വിദഗ്ധരും ആവശ്യപ്പെടുന്നു. മനുഷ്യന്റെ ആരോഗ്യവും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും സംരക്ഷിക്കാൻ പ്രകൃതിദത്ത കൃഷിക്ക് വലിയ പങ്കുവഹിക്കാനാകുമെന്നാണ് അവരുടെ അഭിപ്രായം.
പ്രകൃതിദത്ത കൃഷിയുടെ പ്രധാന ലക്ഷ്യം മണ്ണിനെ ജീവൻ നിറഞ്ഞതാക്കുകയാണ്. ചാണകം, ഗോമൂത്രം, ജൈവവസ്തുക്കൾ, പ്രകൃതിദത്ത കീടനാശിനികൾ എന്നിവ ഉപയോഗിച്ച് മണ്ണിന്റെ സ്വാഭാവിക ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ഇതിലൂടെ രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കാനാകും, കൃഷി ചെലവ് നിയന്ത്രിക്കാനും കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നു. പതിറ്റാണ്ടുകളായി കൃഷിയിൽ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ഉൽപാദനം കൂടിയെങ്കിലും അതോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചുവെന്ന ആശങ്കയും ഉയരുകയാണ്. വൃക്കരോഗങ്ങൾ, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ മുമ്പത്തേക്കാൾ കൂടുതലായി ഇപ്പോൾ കാണപ്പെടുന്നുവെന്ന് ആരോഗ്യരംഗത്തെ പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ന് വൃക്കരോഗം, പ്രമേഹം, രക്തസമ്മർദ്ദം, ക്യാൻസർ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ചർച്ചയും ശക്തമാണ്. കീടനാശിനികളുടെ അമിത ഉപയോഗം മനുഷ്യാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക വിവിധ മേഖലകളിൽ നിന്നും ഉയരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതവും പ്രകൃതിയോട് ചേർന്നതുമായ ഭക്ഷ്യോൽപാദന രീതികളിലേക്ക് രാജ്യം നീങ്ങേണ്ടതുണ്ട് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിലാണ് പ്രകൃതിദത്ത കൃഷി വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നത്. മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠത നിലനിർത്തിയും രാസവസ്തുക്കളുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കിയും നടത്തുന്ന കൃഷിരീതിയാണ് പ്രകൃതിദത്ത കൃഷി. ചാണകം, ഗോമൂത്രം, ജൈവവളങ്ങൾ എന്നിവ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിലൂടെ മണ്ണിനും പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ഗുണം ലഭിക്കുമെന്നാണ് ഇതിന്റെ അനുകൂലികൾ പറയുന്നത്. പ്രകൃതിദത്ത കൃഷി വെറും കൃഷിരീതിയുടെ മാറ്റമല്ല, അത് ജീവിതശൈലിയുടെ ഒരു മാറ്റമാണ്. കർഷകനും ഉപഭോക്താവും ഒരുപോലെ ബോധവാന്മാരാകുമ്പോഴാണ് ഇത്തരം മാറ്റങ്ങൾക്ക് യഥാർത്ഥ ശക്തി ലഭിക്കുന്നത്. മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ സംരക്ഷിക്കുന്ന കൃഷിയിലേക്കുള്ള യാത്ര ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുമോ എന്ന ചോദ്യമാണ് ഇന്ന് ഉയരുന്നത്. മണ്ണ് ആരോഗ്യകരമെങ്കിൽ മനുഷ്യനും ആരോഗ്യകരമാകും. പ്രകൃതിയോട് ചേർന്ന കൃഷി ആരോഗ്യകരമായ സമൂഹത്തിലേക്കുള്ള വഴിയൊരുക്കും. അതേസമയം തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്രം കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മണ്ണിൽ അവശേഷിക്കുന്ന രാസവസ്തുക്കൾ മനുഷ്യരുടെയും സസ്യങ്ങളുടെയും ആരോഗ്യത്തെ ബാധിക്കുന്നുവെന്ന് വ്യക്തമാക്കി. ഉൽപ്പന്നത്തിന്റെ വലിപ്പമോ തൂക്കമോ അല്ല, ഗുണനിലവാരവും സത്യസന്ധതയുമാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖലയിലെ അമിത വളപ്രയോഗവും കീടനാശിനി ഉപയോഗവും മനുഷ്യന്റെ ആരോഗ്യത്തെയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. രാസവളങ്ങൾ, മണ്ണിൽ അവശേഷിക്കുന്ന മാരക രാസവസ്തുക്കൾ മനുഷ്യരിലും സസ്യങ്ങളിലും ഗുരുതരമായ ജൈവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജൈവ കൃഷിയിലേക്ക് വലിയൊരു വിഭാഗം കർഷകർ ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നത് പ്രത്യാശ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാം ഗഡു വിതരണം ശ്രീകാര്യം കേന്ദ്രം കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉൽപ്പന്നങ്ങളുടെ വലുപ്പത്തിലോ തൂക്കത്തിലോ അല്ല, മറിച്ച് അതിലെ സത്യസന്ധതയിലാണ് കർഷകൻ വിശ്വസിക്കേണ്ടത്. ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങില്ല എന്ന് ഉപഭോക്താക്കൾ തീരുമാനിച്ചാൽ മാത്രമേ ഇത്തരം ഹാനികരമായ പ്രവണതകൾക്ക് വിരാമമിടാൻ സാധിക്കൂ. കർഷക സമൂഹത്തിന് നല്ലൊരു ദിശാബോധം നൽകാനും രാജ്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നേറാനും ഓരോ പൗരനും സാധിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ലോകത്തെ മുഴുവൻ ബാധിക്കുമ്പോഴും അതിനെ പ്രതിരോധിച്ച് തലയുയർത്തി നിൽക്കാൻ ഭാരതത്തിന് സാധിച്ചത് അഭിമാനകരമായ കാര്യമാണ്. മാധ്യമങ്ങളിലൂടെ വരുന്ന ചില ചോദ്യങ്ങൾക്ക് സത്യത്തെ അസത്യമാക്കാൻ വേണ്ടിയും രാജ്യത്തിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നത് മാത്രമാണ് കൃത്യമായ വിവരങ്ങൾ മന്ത്രാലയം എല്ലാ ആഴ്ചയും ഔദ്യോഗികമായി പുറത്തുവിടുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM കിസാൻ സമ്മാൻ പദ്ധതിയുടെ 23ാം ഗഡു വിതരണം ചെയ്യുന്ന ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം പ്രദർശിപ്പിച്ചിരുന്നു. ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലെ താരകേശ്വറിൽ നടന്ന ദേശീയ പരിപാടിയിലൂടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 4.28 കോടി രൂപ പ്രധാനമന്ത്രി നേരിട്ട് നിക്ഷേപിക്കുകയും ചെയ്തു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.